പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിയുടെ ഉദ്ഘാടനം നീളുന്നു. നിർമ്മാണം 90% പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി വൈകുന്നതാണ് പദ്ധതിക്ക് തടസ്സമാകുന്നത്. ഒരു പാലത്തിനായുള്ള പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ്, ഏറെ മുറവിളികൾക്കൊടുവിൽ അനുമതി, ഒടുവിൽ നിർമ്മാണവും തുടങ്ങി. നിർമ്മാണം ആരംഭിച്ച് 23 വർഷം പിന്നിട്ടെങ്കിലും ഇപ്പോൾ അന്തിമ ഘട്ടത്തിലെത്തി. എന്നാൽ ഇനിയും ഉദ്ഘാടനം വൈകുന്നതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈ പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സാമ്പത്തിക നഷ്ടം ഗവൺമെന്റിനും കുറയും. പിന്നെ നമ്മളുടെ സ്വകാര്യ വ്യക്തികൾക്ക് അത്രയും സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഒന്നാമതായിട്ട് മെയിനായിട്ട് ഈ പ്രശ്നമാണ് പുറമ്പോക്ക് ഭൂമി ആദ്യം അളന്ന് തിട്ടപ്പെടുത്തുക, അതിന് ശേഷം മാത്രം സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത്, നമുക്ക് പണി തുടങ്ങിയിട്ട് പിന്നീട് പണം തരാമെന്നുള്ളതിനോട് നമുക്ക് യോജിപ്പില്ല. ഒന്നുകിൽ പണം മുൻകൂറായി തരണം. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മളെ തൊട്ടടുത്ത് തന്നെ NH66 പണിക്ക് മുമ്പ് തന്നെ അവർ ഏറ്റെടുക്കണ ആ സമയത്ത് തന്നെ അതിൻ്റെ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൂടാല് ബൈപ്പാസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതേപോലെ തന്നെ മുൻകൂറായിട്ട് നമുക്ക് ക്യാഷ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല, ഒരു വിശ്വാസമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ എത്ര കാലം നടക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ബോധ്യമില്ല. 102 കോടി രൂപ ചിലവഴിച്ചാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ കുറ്റിപ്പുറത്തെയും കുമ്പിടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം. 29 ഷട്ടറുകളുള്ള പദ്ധതി പൂർത്തിയാകുന്നതോടെ ഗതാഗത രംഗത്തുണ്ടാകുന്ന കുതിപ്പിനൊപ്പം കാർഷിക മേഖലയിലും വൻ നേട്ടമുണ്ടാകും. 2002 നിർമ്മാണം ആരംഭിച്ച പദ്ധതി 2 വർഷത്തിനകം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഒടുവിൽ നീണ്ടുപോയി. നിലവിൽ നിർമ്മാണം ഏകദേശം പൂർത്തിയായതോടെ മെയ് മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ അപ്രോച്ച് റോഡിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ഇനിയും പൂർത്തിയാക്കാനായിട്ടില്ല. കുമ്പടി ഭാഗത്ത് 69 പേരുടെയും കുറ്റിപ്പുറം ഭാഗത്ത് 63 പേരുടെയും സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. എന്നാൽ ഇതിൽ 23 പേർ മാത്രമാണ് രേഖകൾ റവന്യൂ അധികൃതർക്ക് കൈമാറിയിട്ടുള്ളത്. ദേശീയപാതയ്ക്ക് ഭൂമി വിട്ടു നൽകിയവർക്ക് നൽകിയതുപോലെ നഷ്ടപരിഹാര തുക മുൻകൂറായി നൽകിയാൽ മാത്രമേ ഭൂമി വിട്ടു നൽകുമെന്ന നിലപാടിലാണ് ഭൂ ഉടമകൾ. ഉടമകളോടാണ് പറയേണ്ടത്, അല്ലാതെ ഇവിടെയുള്ള ജനപ്രതിനിധികളോടോ ബാക്കിയുള്ളവരോടല്ല. ഞങ്ങളാണ് അതിന്റെ അരകൾ. അപ്പൊ ഞങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി തരണം. അതിനുശേഷം മാത്രമേ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഭൂമി വിട്ടു നൽകുന്നവരുടെ ആശങ്കകൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, മലപ്പുറം.